സാർ, ഞാൻ ഈ എപ്പിസോഡ് കേട്ടത് ഇന്ന് എനിക്ക് നേരത്തെ വരണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഗുരുവായൂരേക്ക് വരുമ്പോൾ ഇതിങ്ങനെ ബസ്സിലിരുന്ന് കേട്ടിട്ടാവില്ല. പക്ഷെ ഞാൻ കുറച്ച് കേട്ടിട്ടിരുന്ന ക്ഷീണം, ഞാൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കം ഉണർന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇത് ആദ്യം മുതൽ വെച്ചു. സാറിൻ്റെ ഇത് കേട്ടോണ്ടിരുന്ന് ഞാൻ ഇറങ്ങി, ബസ് ഇറങ്ങി നടന്ന് കിഴക്കേ നിരന്ന് ഭഗവാനെ തൊഴുതിട്ട് ആ വഴിക്ക് അങ്ങ് പോവാം വീട്ടിലേക്കെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സാറ് പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ട് നടക്കുകയാണ്. ഇയർഫോൺ വെച്ചിട്ട് ഞാനിത് കേട്ട് കേട്ട് ഭഗവാന്റെ നടയിലെത്തി. കൊടിമരച്ചോട്ടിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റ് രാധാദേവി ദർശനം തന്ന വളപ്പൊട്ട് സാറിൻ്റെ ബെഡിലുള്ള രാധാറാണിയുടെ നീല കളറുള്ള വളപ്പൊട്ട് ആ ബെഡിൽ കിടക്കുന്നത്. ആ കറക്റ്റ് ടൈമിൽ ഞാൻ ശ്രീകോവിലിൻ്റെ മുന്നിലാണ്. ആ സമയത്ത് അവിടെ ശീവേലി നടക്കുകയാണ്. ശീവേലി നടക്കുന്നതുകൊണ്ട് തന്നെ ആരുമില്ല, ആ മറഞ്ഞു നിൽക്കാൻ ആരുമില്ല. അപ്പം നേരെ ശ്രീകോവിലേക്കാണ് ദർശനം. ഭഗവാന്റെ വിളക്കുകൾ ദൂരെ നിന്നാകുമ്പോൾ അത്ര ക്ലിയർ അല്ലെങ്കിലും അവിടെ ഒരു മറയില്ലാതെ ഈ കൊടിമരച്ചോട്ടിലും ആളില്ല. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടിങ്ങനെ കാണാൻ പറ്റണം. അപ്പം ഞാൻ ആ ആനകൾ 2 വട്ടം പോകുന്ന ഒരു വട്ടം പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ എത്തുമ്പോഴേക്കും. അപ്പോൾ 2 വട്ടം പോകുന്നത് ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പം ഞാനിത് കേട്ടോണ്ട് തന്നെയാണ് നിൽക്കണം. എൻ്റെ ചെവിയിൽ ഇയർഫോൺ ഉണ്ട്. എനിക്ക് ഭയങ്കര കോയിൻസിഡൻസ്. എനിക്കത് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു അത് കേട്ടോണ്ടിരുന്നു. പോട്ടെ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സാറിന് കിട്ടിയ അനുഗ്രഹ പുണ്യത്തിൻ്റെ ഒരു ലേശം അത് കേൾക്കാൻ ഭാഗ്യം രാധാറാണിയമ്മയും ഭഗവാനും കൂടെ തന്നതല്ലേ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അനന്തകോടി പ്രണാമം. നല്ല വീഡിയോ ആയിരുന്നു സാറേ. നമ്മള് മുന്നില് രാധാദേവി കണ്ട മാതിരിയായി, മനസ്സിൽ വന്നുപോയി. എൻ്റെ പൊന്ന് ദിലീപ് സാറിൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് ഞാൻ അങ്ങ് വേറൊരു ലോകത്തിലായിപ്പോയി. അത്രയ്ക്കും ഹൃദയമങ്ങ് എനിക്ക് പറയാനറിയാൻ വയ്യ സാറേ. സാറെന്താണെങ്കിലും ദൈവത്തിൻ്റെ ഒരു എന്താ പറയുന്ന ദൈവീകതയുള്ള ഒരു ജന്മം. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതൊന്നും കോടി പ്രണാമം. ഞങ്ങൾക്കും അത് സാധിക്കുക. സാറിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.